മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ വളരെ രസകരമായ ഒരു സംഭവമാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഓരോ ദിവസവും കഴിയുമ്പോഴും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ലൈവ് കണ്ടാൽ നമ്മൾ തന്നെ വിചാരിക്കും ഇത് അനീഷ് തന്നെയാണോ എന്ന്. എന്താണെന്നല്ലേ, ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. അങ്ങനെ പുതിയ ടീമുകളെ തിരിച്ചിരിക്കുകയാണ്. ഈ തവണ അനീഷ് വെസൽ ടീമിലാണ്, വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. വെസൽ ടീമിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് നമ്മുടെ ജിസൈൽ, ആദില, ജിഷിൻ 4 പേരുമാണ് വെസൽ ടീമിൽ. അങ്ങനെ ഉച്ചയ്ക്കത്തെ വെസൽ ക്ലീനിങ് നടക്കുകയാണ്. ജിസൈലും അനീഷുമാണ് വെസൽ ക്ലീൻ ചെയ്യുന്നത്. ക്യാപ്റ്റനായ അനീഷ ടീമിലുള്ള 4 പേർക്കും ഓരോ ഭാഗം വീതിച്ചു കൊടുത്തിരുന്നു പാത്രങ്ങൾ. അതായത് ഉച്ചയ്ക്കാണ് പുതിയ ടീം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 4 പേർക്കും ഒരുമിച്ച് പാത്രം ക്ലീൻ ചെയ്യാം. അതിനുശേഷം 2 പേര് വീതം ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്യാമെന്നാണ് അനീഷ് പറഞ്ഞത്. എന്നാൽ അതിന് ആദിലയ്ക്കും ജിഷിനും സമ്മതമല്ല. എന്തായാലും ജിസേൽ പാത്രം കഴുകാൻ വന്നു. അങ്ങനെ ജിസേലിനോട് ഉള്ള പാത്രത്തിൻ്റെ, അതായത് ടോട്ടൽ പാത്രത്തിൻ്റെ 1/4 ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. ജിസേൽ 1/4 ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ജിസേൽ ചോദിക്കുന്നത് 1/4 എന്ന് വെച്ചാൽ 1/4 ഭാഗം. അതിന് ജിസേൽ പറയുന്നുണ്ട് 1/4 ഭാഗം, അതായത് ഇത്രയും പാത്രത്തിൻ്റെ 1/4 ഭാഗം എത്രയാണെന്ന് എന്നോട് പറ, അത് വീതിച്ച് തന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു ഞാനിവിടെ ഉണ്ട്, ഞാൻ ഈ പരിസരത്ത് തന്നെയുണ്ട്, ഞാൻ നോക്കിക്കോളാം, ജിസേൽ ക്ലീൻ ചെയ്തോളാൻ പറയുന്നു. അങ്ങനെ ആദ്യം ജിസേൽ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്ത് തുടങ്ങുന്നു. പിന്നീട് ജിസേൽ ഓരോ സ്റ്റെപ്പുകൾ കാണിക്കുന്നു. എന്നിട്ട് അനീഷിനോട് പറയുന്നു അനീഷേട്ടാ ഇങ്ങനെ ക്ലീൻ ചെയ്യണം, പാട്ടുപാടി ക്ലീൻ ചെയ്യണം, ഡാൻസ് കളിച്ച് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ് ജിസേൽ ഓരോന്ന് ചെയ്ത് കാണിക്കുന്നു. പിന്നീട് ജിസേൽ അനീഷിനെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നു. ഇവിടെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ജിസേൽ ചെയ്യുന്നത് പോലെയെല്ലാം അനീഷും ഒപ്പം ചെയ്യുന്നു എന്നുള്ളതാണ്. ജിസേൽ കൈവെക്കാൻ പറയുമ്പോൾ അനീഷ് കൈവെക്കുന്നു. ജിസേൽ കാലുകൊണ്ടൊരു സ്റ്റെപ്പ് കാണിക്കുമ്പോൾ അതുപോലെ തന്നെ അനീഷും ചെയ്യുന്നു. ജിസേൽ ഹിപ്പ് മൂവ്മെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അതും വളരെ രസകരമായി തന്നെ നമ്മുടെ അനീഷ് നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു കോംബോയാണ് കേട്ടോ ജിസേലും അനീഷും തമ്മിലുള്ളത്. 2 പേരും തമ്മിൽ നല്ലൊരു വൈബുണ്ട്. എനിക്ക് ഇവരുടെ ഈ ഒരു കോംബോയും വെസൽ ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ജസ്റ്റ് ഹോട്ട്സ്റ്റാറിൽ കയറി ഒന്ന് കമൻറ്റ് ചെക്ക് ചെയ്തപ്പോഴും അവിടെയും ഇത് തന്നെയാണ് ചർച്ചാ വിഷയം. നമ്മുടെ ജിസേൽ ചേച്ചി ഓൺ ഫയർ എന്നൊക്കെ പറഞ്ഞാണ് കമൻറ്റ് വരുന്നത്. കമൻറ്റ് സെക്ഷനിൽ ചിലർ ജിഷീസ് എന്ന് പറഞ്ഞ് ഈ കോംബോയ്ക്ക് ഒരു പേര് വരെ ഇട്ടിരിക്കുകയാണ്. എന്തായാലും എങ്ങാനും കോംബോ ആയാൽ വളരെ സൂപ്പർ കോംബോ ആവാൻ ചാൻസ് ഉള്ള ഒരു 2 കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ ഇവർ. ബിഗ് ബോസിൽ വന്ന സമയത്ത്, അതായത് ആദ്യം വന്ന സമയത്ത് അനീഷ് ഒന്ന് ചിരിക്കുക പോലും ഉണ്ടായിരുന്നില്ല. വളരെ ക്രൂരനായിരുന്നു, കഠിന ഹൃദയനാണെന്ന് തന്നെ അനീഷ് തന്നെ പറയുമെങ്കിലും ഈ ഡാൻസ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റായി. അനീഷ് ഇതുവരെ നിർത്താതെ ചിരിക്കുകയാണ്. ഈ സീസണിൽ അനീഷ് ഒരു 20 മിനിറ്റോളം നിർത്താതെ ചിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ജിസേൽ അനീഷിനോട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. മറ്റേ കണ്ണാ തുമ്പി പോരാമോ ആ പാട്ട് പാടുന്നു. ഉടനെ അനീഷ് ചോദിക്കുന്നത് ഇതുവരെ വിട്ടില്ലേ? അതിന് ജിസേൽ പറയുന്നത് എന്നോട് ഇഷ്ടം കൂടാമെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് നിർത്തും, ഇല്ലെങ്കിൽ അതുവരെ പാടിക്കൊണ്ടിരിക്കുമെന്ന്. അതിനും നമ്മുടെ അനീഷ് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോഴും ജിസേൽ ചോദിക്കുന്നത് ഷാനവാസിനോട് കൂട്ടുകൂടിയല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് കൂട്ടുകൂടാത്തതെന്ന്. അപ്പോൾ അനീഷ് പറയുന്നത് ഷാനവാസിനോട് സൗഹൃദമാണ്, ഫ്രണ്ട്ഷിപ്പാണ്. ഉടനെ ജിസേൽ പറയുന്നത് എന്നോടും കൂട്ടുകൂടാവോ എന്ന് ചോദിച്ചത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്, എന്നോട് എന്താണ് ഫ്രണ്ട്സ് ആവാത്തത്? അതിന് അനീഷ് പറയുന്ന ഉത്തരമാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. അനീഷ് പറയുന്നത് ഞാൻ ആലോചിക്കട്ടെ, എനിക്ക് കുറച്ച് സമയം വേണം. അതായത് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നപ്പോൾ ആരുമായിട്ടും എനിക്ക് സൗഹൃദം വേണ്ട, എല്ലാവരെയും ഒരു കൈയകലത്തിൽ നിർത്തുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ ജിസേലിനെ സൗഹൃദത്തിലാക്കാൻ വേണ്ടി ആലോചിക്കാൻ സമയം ചോദിച്ചിരിക്കുന്നത്. ഈ ആലോചിച്ച് കഴിഞ്ഞിട്ട് ജിസേലിനെ സുഹൃത്താക്കോ ഇല്ലേ എന്നൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും അങ്ങനെ പറയാൻ മാത്രം നമ്മുടെ അനീഷിന് മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ ജിസേൽ പറയുന്നത് ശരി, ഞാൻ 2 ദിവസം സമയം തരാം. ഉടനെ അനീഷ് പറയുന്നത് അയ്യോ 2 ദിവസമോ? അതൊന്നും പറ്റില്ല, എനിക്ക് കുറച്ച് ദിവസവും കൂടി വേണം. ഇതൊരു കൺഫ്യൂസിങ് ടോപ്പിക്കാണ്, എനിക്ക് കുറച്ചും കൂടി ആലോചിക്കാൻ സമയം വേണം, 2 ദിവസമൊന്നും പറ്റില്ല. അപ്പോൾ ജിസേൽ ചോദിക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ടോപ്പിക്കാണോ? എനിക്കെന്താ അനീഷ് ചേട്ടൻ്റെ ഫ്രണ്ട് ആവാനുള്ള യോഗ്യതയില്ലേ? 50 ഡേയ്സ് കഴിഞ്ഞില്ലേ? 50 ഡേയ്സ് മതിയായില്ലേ നിങ്ങൾക്ക് ഫ്രണ്ട് ആവാൻ? അനീഷേട്ടൻ എന്നോട് ഫ്രണ്ടായില്ലെങ്കിൽ ഞാൻ ഈ സീസൺ കഴിയുന്നത് വരെ അനീഷേട്ടനോട് മിണ്ടില്ല എന്നൊക്കെ ജിസേൽ പറയുന്നു. ഈ സമയത്തൊക്കെ നമ്മുടെ അനീഷ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത്രയും സമയമൊക്കെ അനീഷ് ചിരിച്ചത് ഞാൻ ഈ സീസണിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു 1/4 ഭാഗം കഴുകിയാൽ മതി എന്ന് പറഞ്ഞ് 2 പേരും വന്ന് നിന്നിട്ട് വെസൽ ഫുള്ള് കഴുകിയെന്ന്.
ഡ്യൂട്ടി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മോർണിംഗ് ജിഷിനും ആദിലയും, ഉച്ചയ്ക്ക് ജിസയിലും അനീഷും എന്നാണ്. ഈ വീക്ക് ഫുള്ള് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വെസൽ ടീമിലെങ്കിൽ അവസാനം നല്ലൊരു കോംബോ ആവാൻ സാധ്യതയുള്ള രണ്ടുപേരാണ്. എന്താകുമെന്ന് എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പ്രേക്ഷകർ പറയുന്ന പോലെ ജിഷീസ് കോംബോ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.